നമ്മുടെ ലൈഫിലാവട്ടെ, ജോബിലാവട്ടെ, പ്രൊഫഷനിലാവട്ടെ, കരിയറിലാവട്ടെ, എക്സാമിനേഷനിലാവട്ടെ, നാം ഏറ്റെടുക്കുന്ന ഏതൊരു മേഖലയിലും നമുക്ക് വിജയം എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള ഇമോഷനാണ് ഫിയർ എന്ന് പറയുന്നത്. ഫിയറിലായിരിക്കുന്നവർ എപ്പോഴും ഒരു കംഫോർട്ട് സോണിലാണ്. കംഫോർട്ട് സോണിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിയറിനെ നാം റിമൂവ് ചെയ്യണം. ഫിയർ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. മനുഷ്യരായ ഹ്യൂമൻ ബീങ്സായ നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 ടൈപ്സിലുള്ള ഇമോഷൻസാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഹാപ്പിനെസ് എന്ന ഇമോഷൻ, സെക്കൻഡ് ഈസ് സാഡ്നെസ്, തേർഡ് ഈസ് ആങ്കർ, നെക്സ്റ്റ് ഈസ് ഫിയർ, അനദർ വൺ ഈസ് സർപ്രൈസ്, നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ഗസ്റ്റ്. ഈ 6 ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കംഫോർട്ട് സോണിലാണ്. നമ്മുടെ ലൈഫിൽ, ബിസിനസ്സിൽ, എക്സാമിനേഷനിൽ നാം ഏറ്റെടുക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള ഏത് കാര്യമാവട്ടെ അതിൽ നമുക്കൊരു സക്സസ് നേടണമെങ്കിൽ ഈ കംഫോർട്ട് സോണിൽ നിന്ന് നാം പുറത്തേക്ക് വരണം. അവിടെ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇമോഷൻസിനെ, അതിൽ ഏറ്റവും പ്രാധാന്യം, നമ്മുടെ വിജയത്തിന് തടസ്സമാകുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഇമോഷനായ ഫിയറിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഫിയർ എന്നുള്ളത് എങ്ങനെ, എന്ത് എന്ന് നാം മനസ്സിലാക്കണം. 2 ടൈപ്പിലുള്ള ഫിയറാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊട്ടക്റ്റീവ് ഫിയറും സെക്കൻഡ് ഈസ് ലിമിറ്റിംഗ് ഫിയറും. എന്താണ് ഈ പ്രൊട്ടക്റ്റീവ് ഫിയറും ലിമിറ്റിംഗ് ഫിയറും? മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആദ്യകാലം മുതൽ കാടുകളിലൂടെ ജീവിച്ചു വന്ന മനുഷ്യന്, ഹോമോ സാപ്പിയൻസായി ജീവിച്ചു വന്നവരാണ് മനുഷ്യരായ നാമൊക്കെ. ആ വന്ന വഴികളിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഫിയർ എന്ന ഒരു ജെനറ്റിക് ഫാക്ടർ നമ്മുടെ എല്ലാം ഉള്ളിലുള്ളതാണ്. അത് നമ്മെ സർവൈവ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ലൈഫിൽ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതും സർവൈവ് ചെയ്യിപ്പിച്ചിട്ടുള്ളതും ഈ പ്രൊട്ടക്റ്റീവ് ഫിയറാണ്. അതെന്താണ്? നമുക്കറിയാം, ഒരു റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് പോകുമ്പോൾ അപകടം ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പേടി. അതുകൊണ്ടാണ് നാം ശ്രദ്ധിച്ച് റോഡുകൾ ക്രോസ് ചെയ്യുന്നത്. ഒരു മൗണ്ടൻ്റെ സൈഡിൽ കൂടെ നാം നടക്കുമ്പോൾ തെന്നി വീഴാതെ ഇരിക്കാൻ, നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പേടി. പേടിയില്ലായിരുന്നെങ്കിൽ മറ്റുള്ള ആക്രമിക്കുന്ന ജീവജാലങ്ങളിൽ നിന്നും, നമ്മുടെ ലൈഫിന് തന്നെ ത്രെട്ട് ഉണ്ടാകുന്ന ഫയർ, ഇതുപോലുള്ള ഓരോ കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ നമ്മെ സർവൈവ് ചെയ്യുന്ന, നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, ആ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫിയർ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. അപ്പോൾ ആ ഫിയറിനെ നാം ഒരിക്കലും ഒഴിവാക്കേണ്ടതല്ല. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫിയറാണ്. ഈ ഫിയറിനെയാണ് നാം മാനേജ് ചെയ്യേണ്ടത്. ഈ ഫിയർ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്? ഇതാണ് നമ്മെ പുറകോട്ട് വലിക്കുന്നത്. ഈ ഫിയർ എന്ന് പറയുന്നത് എമോഷൻസിനെ ബേസ് ചെയ്ത്, നമ്മുടെ മൈൻഡിലെ തോട്ടിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കാതെ വരുമോ എന്ന് നാം ചിന്തിക്കുന്നത്. ഒരു സ്റ്റേജിൽ കയറി ഒരു പ്രസംഗിക്കാൻ, സംസാരിക്കാൻ വരുമ്പോൾ ഇതെന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഫിയറാണ് അവിടെ. ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഈ പരീക്ഷയ്ക്ക് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ഈ പരീക്ഷയ്ക്ക് തോറ്റാലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ മിസ്റ്റേക്ക് വന്നാലോ എന്ന് ചിന്തയിലൂടെ നാം തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ലിമിറ്റിംഗ് ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഫിയറിനെ ബേസ് ചെയ്ത് നോക്കിയാൽ, പ്രൊട്ടക്റ്റീവ് ഫിയർ എന്ന് പറയുന്നത് നമ്മെ സർവൈവ് ചെയ്യിപ്പിക്കും, ലിമിറ്റിംഗ് ഫിയർ എന്ന് പറയുന്നത് നമ്മെ പുറകോട്ട് വലിക്കും, നമ്മുടെ ഒരു ഉയർച്ചയ്ക്കും തടസ്സമാകുന്ന രീതിയിൽ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കും. ലിമിറ്റിംഗ് ഫിയർ എന്ന് പറയുന്നത്, ഈ ഫിയർ എന്ന് പറയുന്ന നമ്മെ പുറകോട്ട് വലിക്കുന്ന ലിമിറ്റിംഗ് ഫിയർ നാം എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ലിമിറ്റിംഗ് ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും ഫ്യൂച്ചറിനെ കണക്റ്റ് ചെയ്തിട്ടാണ് നാം ചിന്തിച്ചു കൂട്ടുക. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഞാൻ പരീക്ഷയിൽ വിജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ആ ജോബിൽ എനിക്ക് സക്സസ് നേടാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ ഈ ബിസിനസ് വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ചു കൂട്ടിയാണ് ഒരു ലിമിറ്റിംഗ് ഫിയർ നമ്മിൽ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ ഫിയർ എന്ന് പറയുന്നത്, ഈ 2 ഫിയറിൽ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ, ലിമിറ്റിംഗ് ഫിയറാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ പ്രസൻറ്റിലേക്ക് വന്നുകൊണ്ട്, ഫ്യൂച്ചർ അവിടെ നിൽക്കട്ടെ, അതിനുവേണ്ടി ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് പ്രസൻറ്റിലേക്ക് വരിക. ഫ്യൂച്ചറിൽ ജീവിക്കാതെ പ്രസൻറ്റിലേക്ക് വരിക. ഇപ്പോൾ ആ ഫിയറിനെ മാറ്റിക്കൊണ്ട് ആ വിജയം നേടിയെടുക്കാൻ ഈ പ്രസൻറ്റിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ പെർസിവറൻസ് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, ഇങ്ങനെ നമ്മുടെ ഹാബിറ്റിനെ, ക്യാരക്ടറിനെ ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിയർ എന്ന് പറയുന്ന ഇമോഷനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണമെങ്കിൽ, ലൈഫിനെ ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഫിയർ നമുക്ക് ഒഴിവാക്കാൻ പാടില്ല.
ഫിയർ നമുക്ക് ആവശ്യമാണ്. ഇതിൽ പ്രൊഡക്റ്റീവ് ഫിയർ ആണോ പ്രൊട്ടക്റ്റീവ് ഫിയർ ആണോ അതിനോടൊപ്പം ലിമിറ്റിംഗ് ഫിയർ ആണോ നമ്മിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പ്രസൻറ്റിലേക്ക് വന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കാൻ ഒരു കഴിവും കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് വെക്കാനുള്ള തയ്യാറെടുപ്പും നമുക്കുണ്ടെങ്കിൽ ഫിയറിൽ നിന്നുകൊണ്ട് തന്നെ ഫിയറിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, ആ ഫിയറിൽ നിന്നും വിജയത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടാൻ നമുക്ക് സാധിക്കും.